എല്ലാവർക്കും നമസ്കാരം. ഇത് ഇന്നത്തെ പത്രസമ്മേളനം മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് CBCIയുടെ പ്രസിഡൻ്റായ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് തൃശ്ശൂർ മെത്രാപ്പോലീത്തയും പറഞ്ഞ തീവ്രവാദ ബന്ധത്തെപ്പറ്റി പറയുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഞങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഞാൻ അഡ്വക്കേറ്റ് മത്തായി വർക്കി മുതിരേന്തി, ഇത് സീലിയ ആന്റണി, ഇത് ജോസഫ് അമ്പലത്തെങ്കൽ, ആന്റണി പുതുശ്ശേരി. ഇങ്ങനെ ഈ നാല് ഞങ്ങൾ വന്നിരിക്കുന്നത് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റിൻ്റെ ആൾക്കാരാണ്. തീവ്രവാദ ബന്ധമുണ്ടെന്നുള്ളത് അദ്ദേഹം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തെ 22 തവണ ഇപ്പോൾ പാസ്റ്റർ കൗൺസിലിൻ്റെ ഭാരവാഹികളായിരിക്കുന്നവർ കൂട്ടം കൂടി ആക്രമിച്ച കാര്യം പലതവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഷെക്കിന TV കൂടി അദ്ദേഹത്തിൻ്റേതായ വാർത്താ ചാനലിൽ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രധാന കാര്യം ഇപ്പോൾ ഞങ്ങൾ പേര് എടുത്തു പറയേണ്ടതാണെങ്കിൽ പറയാം. ഇന്നലെ പത്രസമ്മേളനത്തിൽ പറയുന്നു, ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പിന്തുണയോടുകൂടിയാണ്, ഇവിടെ തീവ്രവാദി സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് വിമതരായ വൈദികർ ഏകീകൃത കുർബാനയ്ക്കെതിരെ പ്രചരണം നടത്തുന്നതെന്ന് പറഞ്ഞതിനെയാണ് ചാടിക്കേറി കോഴികെട്ടൻ്റെ തലയിൽ പപ്പകൾ കാണുക എന്ന് പറഞ്ഞതുപോലെ ഷൈജു ആന്റണി കയറി വാർത്താ സമ്മേളനം നടത്തിയത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പോപ്പുലർ ഫ്രണ്ടിൻ്റെ വക്താവല്ലല്ലോ അദ്ദേഹം. അത് നിഷേധിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയാണ്. അവർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അതായത് NIA, ഈ തീവ്രവാദ വിരുദ്ധ ഗ്രൂപ്പുകൾക്കെതിരെ അന്വേഷണം നടത്തുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നവരെ നിരോധിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നിരോധിത സംഘടനയായവരുടെ പേര് ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പോലീത്ത പറഞ്ഞതുകൊണ്ട് അവർക്ക് കാലിളകേണ്ട കാര്യമൊന്നും ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ അൽമായ മുന്നേറ്റം എന്ന സംഘടനയുടെ ഇല്ല. അൽമായ മുന്നേറ്റം എന്ന സംഘടന വിമത വൈദികരുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാനയെ എതിർക്കുന്നവരുടെ വിശ്വാസികളുടെ മുഖമാണ്. അവർക്ക് സ്വന്തമായ അസ്തിത്വമുള്ളവരല്ല, വിമത വൈദികരുടെ മുഖമാണ്, പൊതുജന മധ്യ കാണിക്കുന്ന മുഖമാണ്. അതാണ്. ബാക്കി ഈ ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറികളൊക്കെ ഓരോരുത്തരായിട്ട് പറയും. ഇത് പ്രത്യേകമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, പുതിയ മെത്രാപ്പോലീത്ത വികാരിയായി മാർ ജോസഫ് പാമ്പളാനി എറണാകുളത്ത് അതിരൂപതയിൽ വന്നിട്ട് ഇതിനു മുമ്പ് അദ്ദേഹത്തിന് മുൻഗാമികളായവർ പടിപടിയായി നടത്തി വന്ന ഏകീകൃത കുർബാന ക്രമത്തെ മുഴുവൻ അട്ടിമറിച്ചു. 50ഓളം നവവൈദികർക്ക് എന്തും ചെയ്യാനുള്ള അനുവാദം കൊടുത്തു, കൂരിയായെ മാറ്റി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാ കാര്യങ്ങളും സന്ദർഭവശാൽ പറയാം. ഇതിനെതിരെയാണ് ഞങ്ങളിവിടെ വന്നത്. ഇത് എന്തിനാണ് ഈ തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെട്ടവർ ചാടിക്കേറി അവരുടെ വ്യക്താവായി മാറിയെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇന്നലെ പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു, ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പോലീത്ത എന്തോ കുറ്റകൃത്യം ചെയ്ത പോലെ. അല്ല, അവർക്കെതിരെ അന്വേഷണം നടക്കുന്ന തീവ്രവാദ വിരുദ്ധ ഗ്രൂപ്പാണ്. അതിന് പല അനുഭവങ്ങൾ ഞങ്ങൾക്കുള്ളവരാണ്. കാരണം നവംബർ 27 അതായത് 2023 നവംബർ 27 ഏകീകൃത കുർബാന ചെല്ലാൻ ബസിലിക്ക പള്ളിയിൽ എത്തിയ ആൻഡ്രൂസ് താഴത്തിനെ തടഞ്ഞത് ഏകദേശം 350 പേരാണ്. ഇപ്പൊ കണ്ട ഇന്നലെ പത്രസമ്മേളനത്തിൽ ഇരുന്ന എല്ലാവരും അന്ന് അദ്ദേഹത്തെ തടയാൻ ഉണ്ടായിരുന്നവരാണ്. ആ തടയാനുണ്ടായിരുന്നവര് ആണ് ഇപ്പോൾ പാസ്റ്റർ കൗൺസിൽ എന്നൊരു സംഘടനയുടെ ഭാരവാഹികളായിരിക്കുന്നത്. അത് ഇവിടുത്തെ വിമത കത്തനാരന്മാരുടെ സംഘടനയാണ്. ഏകദേശം 120 പേരുള്ളതിൽ 90 വിമത കത്തനാരന്മാരാണ് ആ സംഘടനയുടെ അംഗങ്ങൾ. അവരാണ് ഇവരെ എല്ലാം പിടിച്ച് ഭാരവാഹികളായിരിക്കുന്നത്. സണ്ണി കളപ്പുര എന്ന് പറയുന്നത് എറണാകുളം മറൈൻ ഡ്രൈവിൽ വിമത ഇല്ലിസിറ്റ് കുർബാന ചൊല്ലിയവനാണ്. ഏറ്റവും നന്നായി ഞാൻ എൻ്റെ ജീവിതത്തിൽ ചൊല്ലിയ കുർബാന അതാണെന്ന് പറഞ്ഞതാണ് ഈ സണ്ണി കളപ്പുര എന്ന കത്തനാർ. അയാളാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം. ഇവരുടെ തീവ്രവാദ ബന്ധം തെളിയിക്കാൻ ഏകദേശം 3000 പേരോടുകൂടി 100 കൂടുതൽ സ്വർണ്ണ കുരിശുകളുമായി ഇവർ കാക്കനാട് ഒരു പ്രകടനം നടത്തി. അതിന് എത്ര രൂപയുടെ മുടക്കുണ്ട്? 3000 പേര് 2021 നവംബർ മാസത്തിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സമരം നടത്തി. അന്നും അവർ നമുക്കെതിരെ പ്രസംഗിച്ചു. അന്നാണ് എനിക്കെതിരെ കൊലവിളി നടത്തിയത്. എന്നെ കുത്തിക്കൊല്ലുമെന്ന് പറഞ്ഞ കാലഘട്ടമാണ്. ഇത്രയും പേരെ വെച്ച് നടത്തുമെങ്കിൽ ഇവർക്ക് എവിടെയാണ് ഈ സംഘടനാ ശേഷി? മറൈൻ ഡ്രൈവിൽ ഏകദേശം 3000 പേരെ വെച്ച് ഇവർ പ്രകടനം നടത്തുകയും ബലിയർപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ സംഘടനാശേഷി ഉണ്ടാകണമെങ്കിൽ PFI പോലെയുള്ള സംഘടനയുടെ പിന്ബലമില്ലാതെ നടക്കാൻ. ഇവിടെ നിന്ന് കുന്നംകുളംകാരെയും 4 വണ്ടികളും എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയുടെ അങ്കാളത്തിൽ നിന്ന് പിടിച്ചോണ്ട് പോയതാണ്. അപ്പൊ തീവ്രവാദ ബന്ധം ഞങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കും. അതിന്റെ ആവശ്യം മെത്രാന്മാർ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളത് വീണ്ടും പറയുന്നത്. എന്തിനാണ് ഈ ഒരു തീവ്രവാദ സംഘടനയുടെ വക്താക്കളായി ഈ ഷൈജു ആന്റണിയും ആൾക്കാരും വരുന്നത്? ബാക്കിയുള്ള കാര്യങ്ങൾ സീലിയ സംസാരിക്കുന്നതാണ്.
ഞങ്ങൾ തീവ്രവാദ സംഘടനകളെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഞങ്ങൾ പറഞ്ഞില്ല. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേര് എടുത്തു പറയുന്നുണ്ട്. അത് പേരെടുത്തു പറഞ്ഞതുകൊണ്ടാണ്. ഹിന്ദു തീവ്രവാദ സംഘടനയുടെ പേര് പറഞ്ഞിട്ടില്ല. ഈ PFI എന്നുള്ളത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ആ പേരെടുത്ത് പറഞ്ഞത്. മറ്റേ നിരോധിക്കപ്പെട്ട സംഘടനകളല്ല. അല്ല, അവരൊരു തർക്കവും പറഞ്ഞില്ലല്ലോ. തർക്കം പറഞ്ഞതല്ല. ഈ ആൻഡ്രൂസ് പിതാവിൻ്റെ പ്രസ്താവനയെ പറ്റി അവരൊരു തർക്കവും ഇവിടെ പറഞ്ഞിട്ടില്ല. തർക്കം പറഞ്ഞത് ഷൈജു ആന്റണിയുടെ മുതലായവരാണ്. അവരൊരു തർക്കവും പറഞ്ഞില്ലല്ലോ. ശരിയാണെന്നും പറഞ്ഞില്ല, തെറ്റാണെന്നും അവർ പറഞ്ഞിട്ടില്ല. അവർ നിരോധിക്കപ്പെട്ട സംഘടന ആയതുകൊണ്ടാണ് പേരെടുത്ത് പറഞ്ഞത്. ഇത് ഇലക്ഷന് ഞങ്ങൾക്ക് ഇതുമായിട്ട് രാഷ്ട്രീയമായിട്ടില്ല. ഞങ്ങൾ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് 4 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും അതിനു വേണ്ടി മാത്രം നിലകൊള്ളുന്നതാണ് ഞങ്ങൾ. അതിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിലാണ് ഈ അൽമായ മുന്നേറ്റവും ഒരു 50-ഓളം വൈദികർ ഇവിടെ ചെയ്യുന്നത്. ഈ 50-ഓളം വൈദികർ എന്തു വന്നാലും മരിച്ചാലും ഏകീകൃത കുർബാന ചെല്ലുകയില്ല എന്ന് പറയുന്നവർ ഒരു 50 എണ്ണം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട്. അവർക്കെതിരെയാണ് ഞങ്ങളുടെ സമരം. ബാക്കി വരുന്ന 469 അച്ഛന്മാരുള്ളതിൽ 50 കഴിഞ്ഞാൽ ഒരു 419 പേരും ഇവന്മാരെ പേടിച്ച് ഏകീകൃത കുർബാന ചെല്ലാതിരിക്കുന്നതാണെന്ന് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടറിയാം. പേരുകൾ 50 പേരുടെ പേരുകൾ വേണമെങ്കിലും ഞങ്ങൾക്കറിയാം. അത് പറയേണ്ട കാര്യം ശരിയല്ലാത്തത് കൊണ്ട് പറയാത്തതാണ്. ഈ 419 പേര് ഇവരെ ഭയപ്പെട്ട്, അത് ഈ PFI പോലെയുള്ള സംഘടന എന്ന് ഞങ്ങൾ പറയാൻ കാര്യം തീവ്രവാദ സംഘടനകളെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ജാതിയോ മതമോ അവരുടെ നോക്കിയിട്ട് പറഞ്ഞതല്ല. പേര് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ പേരായതുകൊണ്ട് മാത്രമേ ഞങ്ങളത് പറഞ്ഞുള്ളൂ. അതൊരു നിരോധിക്കപ്പെട്ട സംഘടനയാണ്. അവരൊരു തർക്കവും പറഞ്ഞില്ലല്ലോ. പറഞ്ഞതല്ല ഇന്നലെ ഇവിടെ വന്ന ഷൈജു ആന്റണിയല്ലേ. പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ഇന്നലെ ദീപികയ്ക്ക് ആൻഡ്രൂസ് പിതാവ് കൊടുത്ത ആ ഒരു പ്രസ്താവനയെക്കുറിച്ച് സംസാരിക്കാനാണ്. ആൻഡ്രൂസ് പിതാവ് ദീപികയ്ക്ക് അങ്ങനെ ഒരു പ്രസ്താവന ഇന്നലെയാണ് കൊടുത്തത്. പക്ഷേ 5 വർഷങ്ങളായി ഈ സംശയം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് ഞങ്ങളിൽ ഓരോരുത്തരും. കാരണം ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഈ സഭയോട് ചേർന്ന് നിൽക്കുന്ന, അതായത് സഭ നിർദ്ദേശിച്ച കുർബാനക്രമം ഇവിടെ നടപ്പിൽ വരുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന വിശ്വാസികൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യവുമായി ഞങ്ങളിവിടെ ഒരു പത്രസമ്മേളനം നടത്തിയത്. അതുവരെ ഇവിടുത്തെ വിമത വിഭാഗം പറഞ്ഞിരുന്നത് ഇവിടുത്തെ 450 പുരോഹിതരും 5.5 ലക്ഷം വിശ്വാസികളും, ചിലപ്പോൾ അവർ പറയുന്ന കേൾക്കാം 6.5 ലക്ഷം എന്ന്, ചിലപ്പോൾ 4.5 ലക്ഷം എന്നൊക്കെ പറയുന്ന കേൾക്കാം, ഇവരെല്ലാവരും തന്നെ അവരുടെ കൂടെയാണ്, അവരെല്ലാം സഭയ്ക്ക് എതിരാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ആ സമയം വരെ നിന്നിരുന്നത്. അങ്ങനെയുള്ള സമയത്താണ് ഞങ്ങൾ ഇവിടെ വന്നൊരു പത്രസമ്മേളനം നടത്തിയത്. ഇവിടെയുള്ള 90% ജനങ്ങളും സഭ പറയുന്നത് അനുസരിക്കാനും സഭയോട് ചേർന്ന് പോകുവാനും ആഗ്രഹിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട്. അന്ന് മുതൽ ഞങ്ങളും സമരരംഗത്തുണ്ട്, അവരും സമരരംഗത്തുണ്ട്. പക്ഷേ ഞങ്ങളെപ്പോഴും ചിന്തിപ്പിച്ചിരുന്ന ഒരു കാര്യം, അവർക്ക് നമുക്ക് സാധിക്കാത്ത പലതും അതിൻ്റെ 100 മടങ്ങായിട്ട് അവർ ചെയ്യുന്നത് കാണുമ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളൊരു വലിയ ഒരു സംശയം ഞങ്ങളുടെ ഉള്ളിൽ അന്നേ മുതലേ ഉള്ളതാണ്. വീണ്ടും ആൻഡ്രൂസ് പിതാവ് പറഞ്ഞ ഈ കാര്യത്തെ ഞങ്ങൾ സാധൂകരിക്കുന്നതിൻ്റെ ഒരു കാര്യം, ഒട്ടും ക്രൈസ്തവീകമല്ലാത്ത സമരമുറകളാണ് അവരെപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാം, സഭയുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സഭയുടെ പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ തലവനായിരുന്ന അന്നത്തെ സ്ഥാനതിരി പിതാവിൻ്റെയും അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി പിതാവിൻ്റെയും ഒക്കെ പൂർണ്ണ രൂപം അവർ കത്തിക്കുകയുണ്ടായി അവിടെ വെച്ചിട്ട്. ഇതൊന്നും ഒരിക്കലും ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്നവരും അതുപോലെ തന്നെ ക്രിസ്തീയ സ്ഥാപനങ്ങളുടെ ഉള്ളിൽ വെച്ചൊക്കെ നടക്കുന്ന ഒരു കാര്യങ്ങളായിരുന്നില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ വൈദികരും, അൽമായർ മാത്രമല്ല ഇവിടുത്തെ വൈദികരും അതിനോട് ചേർന്ന് നിന്നു എന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. കാരണം അവർ പഠിക്കുന്നതൊന്നും ഇതല്ല. പിന്നെ ഇങ്ങനത്തെ ചിന്താഗതികൾ അവരിലേക്ക് എങ്ങനെ കടന്നുകൂടി എന്നുള്ളത് ഞങ്ങൾ എന്നും സംശയിച്ചിരുന്ന ഒരു കാര്യമാണ്. അന്നു മുതലേ ഈ ഒരു തീവ്രവാദ ബന്ധം ഉണ്ടെന്നൊരു സംശയം ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരുന്നൊരു കാര്യം ഇപ്പോൾ ആൻഡ്രൂസ് പിതാവ് ഇന്നലെ നിവൃത്തികേടുകൊണ്ട് തുറന്നു പറഞ്ഞുവെന്നേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തന്നെയുമല്ല, അവർ നടത്തിയിരുന്ന എല്ലാ സമരമുറകളും തന്നെ നിങ്ങൾക്കറിയാം, അവിടെ അത് കത്തിച്ചത്, അതുപോലെ ഒരു രാത്രി മുഴുവൻ കത്തോലിക്ക സഭയിൽ കേൾവി പോലും ഇല്ലാത്തൊരു കാര്യം, ഇവിടുത്തെ വൈദികരും ഇവിടുത്തെ വിമത അൽമായരും കൂടെ ബസിലിക്ക പള്ളി കൈയടക്കിക്കൊണ്ട് രാത്രി മുഴുവനും നിന്ന് 16 മണിക്കൂർ കുർബാന ചെല്ലുക, എന്താ പറയുക, ലോക കത്തോലിക്കരെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു അത്. ഇതൊക്കെ ചെയ്യാനായിട്ട് 12 വർഷം സെമിനാരിയിൽ പഠിച്ച വൈദികർക്ക് എങ്ങനെ ധൈര്യം വരുന്നു എന്നുള്ളത് അതും ചിന്തിക്കേണ്ട ഒരു കാര്യമായി ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ ഓർക്കുന്നത് 2025
ജനുവരി 11-ാം തീയതി നമ്മളതിനെ പറയുന്നത് ഒരു കുറുവാ സംഘം എന്നാണ് പറയുന്നത്. 21 വൈദികർ ആക്രമിച്ച് അരമനയുടെ പുറകുവശത്തോടുകൂടെ മതിൽ ചാടി കയറി അവിടെ അന്നുണ്ടായിരുന്ന അവിടുത്തെ കൂരിയയെ, അവർ കുറച്ചും കൂടെ സഭയോട് ചേർന്ന് നിൽക്കുന്ന കൂരിയായിരുന്നു, അവരെ ബന്ദികളാക്കിക്കൊണ്ട് അവിടെ ഒരു കുറുവാ മോഡൽ ആക്രമണം നടത്തുകയും അതിൻ്റെ അവസാനത്തിൽ പാമ്പ്ളാനി പിതാവിനെ കൊണ്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അവർ നടത്തിയെടുക്കുകയും ചെയ്ത ഒരു സംഭവമുണ്ടായിരുന്നു. ഇങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും, അതുപോലെ അരമനയുടെ ഗേറ്റ് കട്ടർ വെച്ചിട്ടാണ് അവർ ഇത്രയും വലിയ ഗേറ്റ് 5 മിനിറ്റ് കൊണ്ട് അത് കട്ട് ചെയ്തിട്ട് അവരകത്ത് കയറി ആക്രമണങ്ങളൊക്കെ ചെയ്തത്. ഇങ്ങനെ പലതും നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊന്നും ഒരു സാധാരണ ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് സാധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ തന്നെ പരിചയസമ്പന്നരുടെ ചില നിർദ്ദേശങ്ങളും അവരുടെ എന്താ പറയുക, അവർ കൊടുക്കുന്ന കൽപ്പനകളൊക്കെ അതിൻ്റെ പുറകിലുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് അന്നേ തോന്നിയിരുന്നു. ആ ഒരു കാര്യമാണ് ഇപ്പോൾ ആൻഡ്രൂസ് പിതാവ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് 5 വർഷമായി ഞങ്ങളുടെ മനസ്സിലൂടെ പോയിരുന്ന സംശയം തന്നെയാണ്. അത് കുറച്ചും കൂടെ ഇപ്പോൾ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കൂടാതെ 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. എപ്പോഴും വിമത വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകളിലായാൽ പോലും കേൾക്കാം, ഇവിടുത്തെ പത്രസമ്മേളനത്തിലും അത് കേട്ടു, എന്താണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സമാധാനപരമായിട്ട് പാമ്പ്ളാനി പിതാവ് തീർത്തുകൊണ്ടിരിക്കുന്നതിനെതിരായിട്ട് ആൻഡ്രൂസ് പിതാവ് ചെയ്തൊരു കാര്യമാണിതെന്നാണ് അവർ പറഞ്ഞത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടുത്തെ ഒരു കുർബാന പ്രശ്നവും തീർന്നിട്ടില്ല. കാരണം ഇവിടുത്തെ 99% വരുന്ന സാധാരണ വിശ്വാസിക്ക് ഞായറാഴ്ച 3:30 ഒരു കുർബാന തന്നുകൊണ്ടാണ് പാമ്പ്ളാനി പിതാവ് ഈ കുർബാന പ്രശ്നം ഇവിടെ സമാധാനപരമായി നടത്തിയെന്ന് പറയുന്നത്. എന്താണ് ഈ വിശ്വാസിക്ക് ബാക്കി ദിവസങ്ങളിലൊന്നും കർമ്മങ്ങളൊന്നും വേണ്ടേ? അതുപോലെ അവർ മരിച്ചാൽ അവരുടെ കർമ്മങ്ങൾ കിട്ടണ്ടേ? അപ്പം ഇത് വലിയൊരു നുണയാണ് പാമ്പ്ളാനി പിതാവും വിമത വിഭാഗവും പത്രമാധ്യമങ്ങളെ അടക്കം എല്ലാവരെയും നുണ പറഞ്ഞിട്ടാണ് ഇതുവരെ ഇവിടെ സമാധാനം സംജാതമാക്കിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ദേഷ്യത്തിനാണ് ആൻഡ്രൂസ് പിതാവ് ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ടും ഇത് മെത്രാന്മാരുടെ ഇടയിലുള്ള പടലപ്പടക്കമാണെന്നൊക്കെ ഇന്നലെ ഇവിടെ പത്രസമ്മേളനം നടത്തിയ വിമത വിഭാഗം പറയുന്നത് കേട്ടു. അതിൽ ഒരു കാര്യവും സത്യവും ഇല്ല എന്നുള്ളത് ഇവിടെ ബോധിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ 6.5 ലക്ഷം വിശ്വാസികൾ അവരുടെ കൂടെയാണെന്ന് പറയുമ്പോൾ തന്നെ പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും സഭയോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസികൾ നടത്തുന്ന സമരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരൊക്കെ പിന്നെ ആരുടെ കൂടെയാണ്? അപ്പോൾ വെറുതെ നുണയിലാണ് അവരവരുടെ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഇവിടുത്തെ വൈദികർക്ക് അടക്കം വല്ലാത്തൊരു ആത്മധൈര്യമാണ്. അവർ ഞങ്ങളോട് തന്നെ പറയുന്നത് എങ്ങനെ വന്നാലും എന്ത് വന്നാലും അവസാനം ഞങ്ങൾ വിജയിക്കുമെന്ന്. അതായത് ഏത് മാർഗത്തിലൂടെയും ഞങ്ങൾ വിജയം കരസ്ഥമാക്കും എന്നുള്ള ഒരു ധാർഷ്ട്യം. കാരണം അവരുടെ ഭാഗത്ത് ഒരു ശരി പോലും ഇല്ലാതിരിക്കുക. കാരണം ഈ കുർബാന കാര്യത്തിൽ ഞങ്ങൾക്കോ വൈദികർക്കോ വേറെ സംഘടനകൾക്കോ ഇതിലൊന്നും ചെയ്യാനില്ല. കാരണം ആരാധനാക്രമത്തിൻ്റെ പൂർണ്ണമായ അധികാരം ഇരിക്കുന്നത് സഭാ സിനഡിനാണ്. അപ്പോൾ അവർ ഇവിടെ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് അവരും മാർപ്പാപ്പയും പൗരസ്ത്യസംഘവും പറഞ്ഞിരിക്കെ ഈ വൈദികർ എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾ ലക്ഷ്യം കാണുമെന്ന് പറയുമ്പോൾ അവരുടെ പിന്നിൽ ശക്തമായ ചില ബാഹ്യശക്തികളുണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും, അങ്ങനെ തന്നെ പറയേണ്ടിയും വരും. ഇതൊക്കെ ഈ ആൻഡ്രൂസ് പിതാവ് പറഞ്ഞതിന് ഉപോത്ബകമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, 5 വർഷം മുന്നേ സഭയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തിയ വിശ്വാസികളാണ് ഞങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്ന അവസ്ഥ നിങ്ങൾ അറിഞ്ഞാൽ, ഇന്ന് ഹൈക്കോടതിയിൽ കേസുണ്ട്. ഞങ്ങളെല്ലാവരും സഭാവിരുദ്ധരാണെന്ന് പറഞ്ഞിട്ട് പാമ്പ്ളാനി പിതാവ് കൊടുത്ത കേസ് അവിടെ ഇപ്പോൾ ഹൈക്കോടതിയിൽ നടക്കുകയാണ്. ഞങ്ങൾ 5 വർഷം മുമ്പുള്ള ഞങ്ങളുടെ നിലപാടിൽ നിന്ന് 1 ഇഞ്ച് പോലും മാറിയിട്ടില്ല. ഞങ്ങൾ ഇന്നും സഭയുടെ കൂടെ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് പാമ്പ്ളാനി പിതാവിന് ഞങ്ങളെ സഭാവിരുദ്ധരായിട്ടുള്ള ഇപ്പോൾ ആൻഡ്രൂസ് പിതാവ് പറഞ്ഞ ഈ ഒരു പക്ഷത്തെ സഭയുടെ പാസ്റ്ററൽ കൗൺസിലിൻ്റെ അംഗങ്ങളാക്കിക്കൊണ്ട് നിയമിച്ചുകൊണ്ട് പാമ്പ്ളാനി പിതാവ് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ ഞങ്ങൾ പാമ്പ്ളാനി പിതാവിനെ പോലും ഈ നിമിഷത്തിൽ സംശയിക്കുകയാണ്. ഒന്നുകിൽ പാമ്പ്ളാനി പിതാവ് അവരെ വല്ലാതെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട്? അവരുടെ പുറകിലുള്ള ആ ശക്തിയെയാണോ പാമ്പ്ളാനി പിതാവ് ഭയപ്പെടുന്നതെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അതല്ലെങ്കിൽ പാമ്പ്ളാനി പിതാവ് അവരുടെ കൂടെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. പാമ്പ്ളാനി പിതാവിനും ഇതിൽ പങ്കുണ്ടെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു പത്രസമ്മേളനം ഞാൻ ആവശ്യപ്പെടുകയാണ്, ഈ അതിരൂപതയെ നശിപ്പിക്കാതെ പാമ്പ്ളാനി പിതാവും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോകണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
എത്രയും സ്നേഹം നിറഞ്ഞ മാധ്യമപ്രവർത്തകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 35ാമത്തെ രൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത. 34 രൂപതകളിലും ഏകീകൃത കുർബാന നടപ്പിലാക്കി. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇവിടെ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ പറ്റാത്തത് എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ ഈ അരാജകത്വം നിലനിൽക്കുന്നത് PF ഫണ്ട് ഈ ആത്മായ മുന്നേറ്റം നന്നായിട്ട് പെരുമാറുന്നുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ വ്യക്തമാവുകയും ചെയ്തു. ഇവരുടെ പേര് ആരും ഇവിടെ ഒത്തു പറഞ്ഞിട്ടില്ല. ആത്മായ മുന്നേറ്റത്തിൻ്റെ പേരേ പറഞ്ഞിട്ടില്ല. ആ പേര് പറയാത്തടത്ത് ഇവർ ചാടിക്കയറി പത്രസമ്മേളനം നടത്തി. പാസ്റ്റൽ കൗൺസിലിൻ്റെ സെക്രട്ടറി ആയ ഷൈജു ആൻ്റണിയും റിജു കാഞ്ഞുക്കാരനൊക്കെ ഈ PF ഫണ്ട് ഇവിടെ ഈ അതിരൂപതയിൽ വളരെയധികം ശക്തമായി കൊണ്ടു നടക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും വലിയ സത്യമാണ് ഇന്നലെ വെളിപ്പെടുത്തിയത് അവർ. ഇവരുടെ അവിശുദ്ധ ബന്ധം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ നേരെ നോക്കി കാല് നോക്കിയിട്ട് കാലും തല്ലുകൊടിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ പാസ്റ്റൽ കൗൺസിലിൻ്റെ ഇപ്പോൾ സെക്രട്ടറി ആയിരിക്കുന്ന ഷൈജു ആൻ്റണി. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 3-4 വർഷത്തെ കടങ്ങൾ തന്നെ കോടികളുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അതിൻ്റെ തെളിവുകളൊന്നും എൻ്റെ കാര്യമായ തെളിവുകളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ രേഖകൾ ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കടങ്ങളെല്ലാം വീടി. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ PF ഫണ്ടാണെന്നുള്ളത് വളരെയധികം സത്യമായെന്നുള്ളത് ഇപ്പോഴാണ് ഈ അവിശുദ്ധ ബന്ധം, PF അവിശുദ്ധ ബന്ധം ഷൈജു ആൻ്റണിയുടെയും ആത്മായ മുന്നേറ്റത്തിൻ്റെയും വിവിധ വൈദികരുടെയും അവിശുദ്ധ ബന്ധം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. വളരെ ആൻഡ്രൂസ് താഴത്ത് പിതാവാണ് അത് കൊണ്ടുവന്നത്. അതിന് ഇവരിത്രയേറെ വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇവരുടെ സത്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്ത് വന്നിരിക്കുന്നതിനാൽ ഇവരിപ്പോൾ ഹാനടങ്ങിയിരിക്കുകയാണ്. ഈ ഷൈജു ആൻ്റണി പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ആയത് തന്നെ ഇതിൻ്റെ ഒരു തുടക്കമാണ്. ഈ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തിന് ഈ രൂപതയെ രക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് ഈ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്നാണ് മൺചർച്ചുവാൻ കുർബാനയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടി. ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ, ഏവർക്കും എൻ്റെ വന്ദനം. കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയിലെ ആർച്ച് ബിഷപ്പായ വളരെ പരിണിതപ്രജ്ഞനായ ഒരു ബിഷപ്പ്, തൃശ്ശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ്, എറണാകുളം അങ്കമാലി അതിരൂപത പ്രക്ഷുബ്ധമായ കാലഘട്ടത്തിൽ 1.5 വർഷത്തോളം എറണാകുളത്ത് അതിൻ്റെ ശാന്തമാക്കുവാൻ വേണ്ടി അവിടെ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിച്ച ഒരു ബിഷപ്പ്, ഇന്ത്യയിലെ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ്, ചുരുക്കി പറഞ്ഞാൽ മാർ ആൻഡ്രൂസ് താഴത്ത്, ബിഷപ്പുമാരുടെ ഇടയിൽ ഒരു ഹെവി വെയ്റ്റ് ഉള്ള എന്ന് പറയാം അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തിയത്. ആ പരാമർശം നടത്തുമ്പോൾ ഞങ്ങൾ കാണുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളിൽ നിന്ന് ഉണ്ടായ ഒരു പരാമർശമാണ്. ആ പരാമർശം ഞങ്ങളുടെ സമുദായത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, തകർക്കാൻ ശ്രമിക്കുന്ന ചില പുറത്തു നിന്നുള്ള ചിന്തശക്തികൾ അകത്തുള്ള ആളുകളെ അല്ലെങ്കിൽ ചില വിമത ശക്തികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണ് അദ്ദേഹം പുറത്തേക്ക് വിട്ടത്. ഈ അവസരത്തിൽ സഭാസ്നേഹികളായ ഞങ്ങൾക്ക് അതിനെ വെറുതെ നോക്കി കാണാൻ കഴിയില്ല. കുർബാന വിഷയം എന്നുള്ളതല്ല ഇവിടുത്തെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം. എറണാകുളം അതിരൂപതയിൽ മാത്രം കുറച്ച് സമയത്തേക്ക് ജനാഭിമുഖമാവും, കുറച്ച് സമയം ദൈവോന്മുഖവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അതിനെയാണ് ഏകീകൃത കുർബാന എന്ന് അംഗീകരിച്ചുകൊണ്ട് എല്ലാവരുടെയും സമ്മതം വാങ്ങിച്ചുകൊണ്ട് എറണാകുളം അതിരൂപതയിൽ മാത്രമല്ല 35 രൂപതയിൽ നടപ്പിലാക്കുവാൻ വേണ്ടി സിനഡ് തീരുമാനിച്ച് വർഷങ്ങളായി. കുറച്ച് നേരത്തേക്ക് വൈദികർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് വലിയ പ്രശ്നമാണോ? അത് വലിയ പ്രശ്നമാക്കിയെടുത്ത കാലഘട്ടത്തിൽ ആലഞ്ചേരി പിതാവ് രാജിവെച്ചുകൊണ്ട് ഒഴിഞ്ഞുപോയി. ശരി, നടക്കട്ടെ, ഇവിടെ സമാധാനം ഉണ്ടാവട്ടെ, എൻ്റെ പ്രശ്നമാണെങ്കിൽ ശരി, ഞാൻ മാറിയേക്കാം. അന്ന് വരെ ഉയർത്തിയ കാര്യങ്ങൾ അദ്ദേഹം പോയിട്ട് ഇപ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മറ്റു പ്രശ്നങ്ങളിൽ കൂടി നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിമതപക്ഷം. ഇതിനപ്പോൾ വേറെ ലക്ഷ്യങ്ങളുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പ്രവർത്തനം നടത്തുന്ന, പ്രത്യേകിച്ച് അൽമായ മുന്നേറ്റവും അതുപോലെയുള്ള വിമത വൈദികരോടൊപ്പം നിൽക്കുന്ന സംഘടനകളും നേതാക്കന്മാരും അവർ നടത്തിയ ഓരോ പരിപാടികളും എടുത്തു നോക്കുമ്പോൾ കാണുന്നത് വൻപിച്ച പണച്ചിലവുള്ള പദ്ധതികൾ ഇവർ നടപ്പിലാക്കിയിട്ട് നമ്മൾ കാണാൻ കഴിയും. ഈ പണം എവിടെ നിന്ന് വരുന്നു? അല്ലെങ്കിൽ ഈ നേതാക്കന്മാരുടെ പ്രത്യേകിച്ച് ജോലിയോ അങ്ങനെയുള്ള ആളുകളൊന്നുമില്ല, അവരുടെ ബാങ്ക് ബാലൻസുകളിലൊക്കെ ഇത്രയധികം വർദ്ധിച്ച പണം വരുന്നത് എവിടെ നിന്നാണ്? ഇതൊക്കെ സംശയാസ്പദമായിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവര് പുറത്തുനിന്ന് എവിടെ നിന്നോ ശക്തി സംഭരിക്കുന്നുണ്ട്, ആരുടെയോ പിന്തുണയുണ്ട് എന്ന് ഞങ്ങൾ കരുതിയിട്ടുണ്ട്. ഇപ്പോൾ ആൻഡ്രൂസ് താഴത്ത് പിതാവ് പറയുന്നത്
മറ്റൊരു മാനത്തിലേക്ക് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് ഗൗരവത്തോടെ എടുക്കേണ്ടി വരും. ഇവരുടെ സ്രോതസ്സുകളെ, ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തികൾ മാർ ആൻഡ്രൂസ് താഴത്ത് ശക്തമായിട്ട് പറയുമ്പോൾ ഞങ്ങളുടെ ബോധ്യത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇവിടുത്തെ സർക്കാരിനോട്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് NIA ഉണ്ട്. അവരന്വേഷിക്കട്ടെ. ഈ കേരള സമൂഹത്തിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതരിൽ ചിലരിൽ നക്സലൈറ്റ് ബന്ധങ്ങൾ വരെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തീവ്രവാദ ബന്ധം മറ്റേത് അവിടെ നിൽക്കട്ടെ, PFI അവിടെ നിൽക്കട്ടെ, അല്ലാതെ ഉണ്ടെന്ന് ഉള്ളത് സത്യമാണ്. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളും ചെയ്യുന്ന ബന്ധപ്പെട്ട കുറച്ച് പുരോഹിതരുണ്ട്. ഈ പുരോഹിതർ ഇവിടെ ശക്തമായിട്ടുള്ള പുറത്തുനിന്നുള്ളവരുടെയും കൂടി ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു അനാർക്കി ഉണ്ടായിരിക്കുകയാണ്. ഞങ്ങൾ ഒന്നിനും വഴങ്ങില്ല. നിങ്ങൾ സഭ പറയുന്ന കുർബാന ചെല്ലാൻ പറഞ്ഞാൽ ഒരു പുരോഹിതൻ പറഞ്ഞത് ഞങ്ങൾ തലകുത്തി നിന്ന് കുർബാന ചെല്ലുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതെന്താണത്? ഞങ്ങൾ എല്ലാത്തിനും ധിക്കരിക്കും. എറണാകുളം അതിരൂപതയിലെ ഒറ്റപ്പെട്ട പ്രത്യേക ഒരു സംസ്കാരമൊന്നുമില്ല സീറോ മലബാർ സഭയ്ക്ക്. എറണാകുളം അതിരൂപത വന്നിട്ട് തന്നെ 100 വർഷങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് ഭരണസൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ്. മാർത്തോമ നസ്രാണി സഭയുടെ ഒരു ഭാഗമായ സീറോ മലബാർ സഭയ്ക്ക് ഒരുമിച്ച് ഒരേ സംസ്കാരമുള്ളത്. എറണാകുളത്തിന് മാത്രമായിട്ട് പ്രത്യേകിച്ച് ദൈവശാസ്ത്രമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എറണാകുളത്ത് ഒരിക്കൽ ഷൈജു ആന്റണി എന്ന് വിളിക്കുന്ന വിദഗ്ധൻ പറഞ്ഞത് ഞങ്ങൾ ഒഴിഞ്ഞു പോയേക്കാം, ഞങ്ങൾക്ക് വേരിയന്റ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളങ്ങ് പോയേക്കാം. ഒരു ദൈവശാസ്ത്രം അവർക്ക് നിരക്കുന്നതല്ലെങ്കിൽ അവർ ഒഴിഞ്ഞു പോവുകയല്ലേ വേണ്ടത്. എവിടെയും എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുടെ ഭാഗമാണ്. അവർക്ക് ഇവിടുത്തെ ദൈവശാസ്ത്രവും മറ്റും ദഹിക്കുന്നില്ലെങ്കിൽ പുറത്തേക്ക് പോകണം. അവർ പുറത്തു പോകാതിരിക്കുക എന്തുകൊണ്ടാണ്? അങ്ങനെയല്ലേ വിശ്വാസത്തിന് നിരക്കാത്തവർക്ക്, ബോധ്യപ്പെടാത്തവർ മറ്റു സ്വന്തം സഭ ഉണ്ടാക്കി പോകാമല്ലോ. അവരുടെ ലക്ഷ്യം അതല്ല. എറണാകുളത്ത് കിടക്കുന്ന സാമ്പത്തികമായി കിടക്കുന്ന സ്ഥാപനങ്ങൾ, പള്ളികളുടെ മുതലുകളൊക്കെ കൈയാക്കിക്കൊണ്ട് പുറത്തേക്ക് പോകണം കുറച്ച് വിമതൻ അച്ഛന്മാർക്കും ഇവർക്കും. ഇപ്പോൾ അവരുടെ കയ്യിലാണ് പൂർണ്ണമായിട്ടും എറണാകുളത്തിലെ സാമ്പത്തിക അവസ്ഥ. ഈ പാമ്പ്ളാനി എന്ന് വിളിക്കുന്ന ആർച്ച് ബിഷപ്പ് എറണാകുളത്ത് തട്ടിൽ പിതാവിന്റെ അഥവാ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായിട്ട് വന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഇവിടെ ഈ ഷൈജു ആന്റണിയെ അതുപോലെ ഇതിന് മുമ്പിൽ നിൽക്കുന്ന അൽമായ മുന്നേറ്റം പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഒരു പാസ്റ്റർ കൗൺസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മാർ പാമ്പ്ളാനി അത് ചെയ്യുന്നത്? അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർ പാമ്പ്ളാനിയെ വരെ ഞങ്ങൾ സംശയിക്കുന്നു. അതിനാൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തെ കൂടെ NIA പോലുള്ള സംഘടനകള്, ഗവൺമെന്റ് സംഘടനകൾ അദ്ദേഹത്തിന്റെ സ്രോതസ് കൂടി അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എവിടെയോ തകരാറുകൾ പറ്റിയിട്ടുണ്ട് സഭയിലുള്ള ചില മെത്രാന്മാരുടെ കാര്യത്തിലും. ഇവിടെ നിന്ന് മാറിപ്പോയ എറണാകുളത്തുണ്ടായിരുന്ന മറ്റൊരു മെത്രാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കോടികൾ കാനഡയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ കണക്കുകളിൽ വരെയും ഞങ്ങൾക്ക് സംശയമുണ്ട്. അത് അദ്ദേഹത്തിന്റെ മാത്രം കുറച്ചുപേരുടെ കൈകളിൽ ഒതുക്കിക്കൊണ്ട് സഭയ്ക്ക് വന്ന കണക്കുകൾ, പണം ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അപ്പോൾ ചില മെത്രാന്മാര്, സഭയെ പിളർക്കാൻ ശ്രമിക്കുന്ന ചില മെത്രാന്മാര് പിൻഭാഗത്ത് നിന്ന് കളിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. ഇത്തരത്തിലെ ചില പുരോഹിതന്മാരുമുണ്ട്. സഭയുടെ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് മാർത്തോമാ ശ്ലീഹ വന്നില്ല എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, വലിയ ചരിത്ര പണ്ഡിതനെ പോലെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. വലിയ സാംസ്കാരിക രംഗത്തൊക്കെ വരും. ചില പ്രത്യേക ഒരു മതസംഘടനയുടെ രംഗത്ത് വന്നിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ അദ്ദേഹത്തിന് വരെയും ഞങ്ങൾ സംശയിക്കുകയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്നുള്ളത്. ഈ സഭയിലെ കാര്യങ്ങൾ അപ്പുറത്തേക്ക് ഈ സഭയെ പിളർത്താൻ ശ്രമിക്കുന്ന ശക്തികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ നേരിടേണ്ട അവസ്ഥയുണ്ട്. ഞങ്ങളുടെ സമുദായം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന സമുദായമാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞത് സത്യമാകുന്ന സൂചനകൾ ഞങ്ങൾ കാണുന്നുണ്ട്. അതിനാൽ ഈ സമുദായത്തെ, ഈ കേരള സമൂഹത്തിൽ അനേകം നന്മകൾ ചെയ്ത സമുദായമാണ്. ഇവിടെ ഒരു സ്പർദ്ധയും ഉണ്ടാക്കിയിട്ടില്ല. മാർ ആൻഡ്രൂസ് താഴത്തിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ്? ഇവരുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്ന കാര്യമാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം. മാർ ആൻഡ്രൂസ് താഴത്തിനെ എറണാകുളത്ത് കാല് കുത്തിക്കില്ല എന്ന്. എറണാകുളം അതിരൂപത അദ്ദേഹത്തിന്റെ കൂടി ബന്ധപ്പെട്ട സീറോ മലബാർ സഭയുടെ ആസ്ഥാനമല്ലേ? ഇവിടെ വരാൻ അദ്ദേഹത്തിന് പാടില്ലേ? അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താന്ന് നോക്കുക. ഒരു തീവ്രവാദ സ്വഭാവത്തിലാണ് വിമതർ, ഈ പറയുന്ന അൽമായ മുന്നേറ്റം പ്രവർത്തിക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് ക്രിസ്തീയമായ സ്പിരിറ്റിലല്ല. അതുകൊണ്ട് ഈ സമുദായത്തെ പിളർത്താതെ സംരക്ഷിക്കേണ്ട ബാധ്യത യഥാർത്ഥ വിശ്വാസികളായി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞങ്ങളിത് പറയുന്നത്.
അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ കൂടി ഈ കാര്യത്തിൽ അന്വേഷണങ്ങൾക്ക്, നിങ്ങളുടെ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായ അന്വേഷണങ്ങൾ ഉണ്ടാകണം. ഒരു സമുദായം പിളർത്തി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഏതൊക്കെ ആയിക്കൊള്ളട്ടെ, തീർച്ചയായിട്ടും എല്ലാ സമുദായവും ഈ കേരളത്തിൽ സൗഹാർദ്ദപരമായി ജീവിക്കുന്നവരാണ്. എല്ലാ സമുദായവും വളരണം, ശക്തിപ്പെടണം, അത് മുന്നേറണം, പുരോഗതി ഉണ്ടാകണം. അതാണ് എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ ഏതെങ്കിലും ചിന്തശക്തികൾ പ്രവർത്തിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.